വിദ്യാസാഗർ എത്ര സമയം? 20 മിനിറ്റ് കൊണ്ട് അദ്ദേഹം സംസാരിക്കുക. വിദ്യാസാഗർ അല്ല, ഒരു ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന് എന്താണ് ഇത്ര അധികം താല്പര്യം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം എന്ന് ഇത്ര താല്പര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എപ്പോഴും ഇവർ ഹിന്ദുമതം ജാതി വ്യവസ്ഥയാണ്, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വെറും സവർണ അവർണ ഇതാണ്, ഫാഷിസ്റ്റുകളാണ്, മറ്റതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കാലം ഇത് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്റെ അറിവിൽ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും ഹിന്ദുക്കളാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് പൊരുത്തക്കേട് മനസ്സിലാവുന്നില്ല. ശബരിമല അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ വൈക്കത്തപ്പനെയോ ഒന്നും പ്രാർത്ഥിക്കുകയോ അതൊക്കെ പിന്തിരിപ്പൻ നയങ്ങളാണെന്നും മൂരാച്ചികളാണെന്നും അതൊക്കെ സവർണരുടെ ദൈവങ്ങളാണെന്നും അല്ലല്ല, ഈ സവർണ ദൈവങ്ങളാണെന്ന് പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, RSS അല്ല. അപ്പൊ ഇതൊക്കെ ഇത്തരം സവർണ ദൈവങ്ങളെ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം അവിടെ വരുമാനം വരുന്നു, വലിയ തോതിൽ വരുമാനം വരുന്ന ക്ഷേത്രങ്ങളെ ഭരിക്കുക. ഹിന്ദുക്കളുടെ പണം വേണം, ഹുണ്ടിയിൽ വിശ്വാസമുണ്ട്, ദേവനിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ളവർ എന്തിനാണ് ക്ഷേത്രം ഭരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ അമ്പലങ്ങൾ രക്ഷിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ ആ സത്യാഗ്രഹം നടത്തി, വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പ്ലീസ്. ബഹുമാനപ്പെട്ട സാർ, വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോ ഇവർ ഈ പറഞ്ഞ പോലെ അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ചില നേതാക്കന്മാർ നടത്തിയ സമരങ്ങളെ ഇവരുടെ ക്രെഡിറ്റിലാക്കുന്നല്ലാതെ ഇവർക്ക് ക്ഷേത്രത്തിനോടോ ദേവനോടോ നമ്മുടെ ആചാരങ്ങളോടോ യാതൊരു മര്യാദ ഇല്ലെന്ന് മാത്രമല്ല പരമപുച്ഛമാണെന്ന് ഇവരുടെ ലോക്കൽ കമ്മിറ്റി മുതൽ പിന്നെ PB വരെയുള്ള ആളുകളുടെ വർത്തമാനങ്ങൾ പൂർവ്വകാലത്തെ ഗതകാല ഭാഷകളെടുത്ത് കേട്ടാൽ മനസ്സിലാവും. രവിശങ്കർ പെട്ടെന്ന് പറയാം, ഒരു മിനിറ്റ് ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഈ ദേവസ്വം ബോർഡുകൾ. കേരളത്തിലെ ജനങ്ങൾ വിശ്വാസികളായും അവിശ്വാസികളായാലും ഞങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾക്ക് വന്നത്. 1. 2, ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ 231 കോടി രൂപ ശബരിമലയുടെ വികസനത്തിൽ ചെലവാക്കിയിട്ടുണ്ട്. ദേവസ്വത്തിന്റെ വികസനത്തിൽ 145 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. കൊച്ചി ദേവസ്വം 26 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. മലബാറിന് 305 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് 4 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ദേവസ്വങ്ങളുടെ വികസനത്തിനായി കേരളത്തിലെ ബഡ്ജറ്റിൽ പണം വെച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. പറയാം. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുതാര്യമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരും കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പോറ്റി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ കുടുക്കിയവരും നിയമത്തിൻ്റെ മുന്നിൽ വരും. ആരാണ് കുടുക്കിയവർ അത് SIT കണ്ടെത്തും എന്ന ആത്മവിശ്വാസം പോറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ട്.